ഇനി പല ആൾക്കാരും ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്കാണ്, വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ എന്ത് ചെയ്യും, ആക്സിലറേഷൻ ഇങ്ങനെ എന്ത് ചെയ്യും, അമിതമായിട്ട് കൊടുക്കുന്ന ഒരു രീതി പല ആൾക്കാരും വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ചെയ്യാറുണ്ട്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് വാഹനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യരുത്. ആധുനിക ഫ്യുവൽ ഇഞ്ചക്ഷൻ കാറുകളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഫ്യുവൽ കത്തിത്തീരുന്ന ഒരു സാഹചര്യമേ അവിടെ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളൊരു വാഹനമൊക്കെ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഈ തണുപ്പ് ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ വാഹനം ഉപയോഗിക്കുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഇടുക. ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് വാഹനത്തിന്റെ ഓയിലിന്റെ ഭാഗങ്ങളെല്ലാം എഞ്ചിന്റെ ഭാഗങ്ങളിൽ എത്തിക്കാനും ഉള്ള ഒരു ടൈം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ വാഹനം മുന്നോട്ടെടുക്കുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കുന്നതും കൊടുക്കുന്ന ആ രീതികൾ ഒഴിവാക്കുക. പലരും ചിന്തിച്ചേക്കുന്നത് വാഹനത്തിന്റെ ബാറ്ററിയിൽ ചാർജ് കയറാനായിട്ട് പഴയ ഡ്രൈവേഴ്സൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ പുതിയ വാഹനങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. വാഹനം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഫ്യൂവൽ അതായത് നമ്മളുടെ വാഹനത്തിന്റെ എഞ്ചിന്റെ ഭാഗങ്ങളിലേക്ക് ഓയിലൊക്കെ എത്താനായിട്ടുള്ള ഒരു ടൈം ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വാഹനം മുന്നോട്ടെടുത്ത് പോകുന്നതിൽ തെറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടുള്ള ഓയിൽ എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തും. അതിനുശേഷം നമുക്ക് ഉടനെ വണ്ടി എടുത്തു പോകാം. അത് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ശ്രദ്ധിക്കുക.